ഹായ്. ഈ ശുദ്ധബോധവും അത്ഭുതങ്ങളും എന്ന് പറയുന്ന സീരീസിലെ പാർട്ട് 2 ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ട് 1 കണ്ടവർക്കറിയാം ഇതെന്തിനെ പറ്റിയുള്ള സീരീസാണെന്ന്. ഇന്ന് മസ്താൻ സ്വാമിയെ പറ്റി പറയാം. മസ്താൻ സ്വാമി എന്ന് പറയുന്നത് രമണ മഹർഷിയുടെ അടുത്ത് വന്നതിൽ ഏറ്റവും ഡിവോട്ടഡ് ആയിട്ടുള്ള, ഏറ്റവും ഹയ്യസ്റ്റ് പൊസിഷനിൽ, ഏറ്റവും ഹയ്യസ്റ്റ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിൽ രമണ മഹർഷിയുടെ മുമ്പിലേക്ക് എത്തിയ വ്യക്തിയാണ് മസ്താൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു. അദ്ദേഹം ഈ തിരുവണ്ണാമലയിൽ നിന്ന് ഏകദേശം ഒരു 40 മൈലോളം ദൂരത്ത് താമസിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന അഖിലാണ്ടമ്മ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ 1910 തൊട്ട് 14 ആ ഒരു കാലഘട്ടത്തിലൊക്കെ അഖിലാണ്ടമ്മയും വേറെ 2 പേര് കൂടി ഉണ്ടായിരുന്നു. പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. മുതലിയാർ പാർട്ടി ഒരാളാണ്. മറ്റേ ആളുടെ പേര് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. ഇവർ 3 പേരുമാണ് സ്ഥിരമായിട്ട് ഭഗവാൻ രമണ മഹർഷിക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നത്. രമണ മഹർഷി ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അവരൊരു ഡിവോഷൻ കൊണ്ട് അവർ ചെയ്യുന്നു. ഈ സമയത്ത് രമണ മഹർഷിയുടെ അമ്മയും രമണ മഹർഷിയുടെ അടുത്ത് സ്ഥിരതാമസമാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മസ്താൻ സ്വാമി ഒരു നെയ്ത്തുകാരനായിരുന്നു. അദ്ദേഹം അങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഈ കുട്ടിക്കാലം മുതലേ ഈ ആത്മീയ അന്വേഷണത്തിൽ ഇടപെട്ടിരുന്നൊരു വ്യക്തിയാണെന്ന് പിന്നീട് ഇത് വളരെ ലേറ്റർ ലൈഫിൽ അറിയപ്പെട്ടൊരു കാര്യമാണ്. ആത്മീയ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് വന്ന വ്യക്തിയാണ്. ഈ റംസാൻ അല്ലെങ്കിൽ ഈദ് സമയത്തൊക്കെ അദ്ദേഹം ഒരുപാട് എസ്തെറ്റിക് ആയിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്യുമായിരുന്നു. ഡിവോഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ. ഈ തമിഴ്നാട്ടിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു മുസ്ലിം സെയിൻ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മസ്താൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ നെയിം എനിക്കൊരു സ്ഥലപ്പേരുമായിട്ട് ചേർന്ന് വരുന്നത് ഇപ്പം ഓർക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടരാൻ ഭക്തനായിരുന്നു ഈ മസ്താൻ. അതുകൊണ്ട് തന്നെയാണ് മസ്താൻ എന്ന് പറയുന്ന പേര് അദ്ദേഹം സ്വയം സ്വീകരിച്ചത്. അദ്ദേഹത്തിന് ജന്മനാ കിട്ടിയ പേരതല്ല. ഈ മസ്താൻ എന്ന് മുമ്പ് എക്സിസ്റ്റ് ചെയ്യുന്ന മസ്താൻ എന്ന് പറയുന്ന സെയിൻറ്റിൻ്റെ അദ്ദേഹം എഴുതിയ പോയംസും അദ്ദേഹം എഴുതിയ കവിതകളും ഈ ആത്മീയ അന്വേഷണം ലിബറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വായിച്ച് അതൊക്കെ ഫോളോ ചെയ്തിങ്ങനെ പോവുകയായിരുന്നു നമ്മുടെ ഈ മസ്താൻ എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരിക്കൽ അഖിലാണ്ടമ്മയാണ് പറഞ്ഞത്. ഈ അഖിലാണ്ടമ്മ ഏകദേശം 40 മൈലോളം ദൂരത്ത് നിന്ന് എല്ലാ ദിവസവും ആഹാരവുമായിട്ട് വരുമായിരുന്നു രമണ മഹർഷിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്. നടന്നാണ് വരുന്നത്. കളവണ്ടിയൊക്കെ ഉള്ളൂ. എന്നാലും പുള്ളിക്കാരൻ നടന്നാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരിക്കൽ അഖിലാണ്ടമ്മ പറഞ്ഞാണ് മസ്താൻ സ്വാമി ഈ രമണ മഹർഷിയെ പറ്റി അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ രമണ മഹർഷി ഒന്ന് കാണാം എന്ന് മസ്താൻ സ്വാമിക്കും തോന്നി. അദ്ദേഹം അവിടെ നിന്ന് അഖിലാണ്ടമ്മയോടൊപ്പം നടന്ന് രമണ മഹർഷിയുടെ അടുത്തേക്ക് വന്നു. അന്ന് രമണ മഹർഷി താമസിക്കുന്നത് വിരൂപാക്ഷ ഗുഹയിലാണ്. ഈ വിരൂപാക്ഷ ഗുഹയിലേക്ക് അവർ വരികയാണ്. വിരൂപാക്ഷ ഗുഹയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഗ്രില്ല് കൊണ്ടുള്ളൊരു ഗേറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോഴും അവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ ഗേറ്റിൻ്റെ അവിടെ എത്തി ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ മസ്താൻ സ്വാമി വളരെ ഫ്രീസായി കറണ്ട് അടിച്ച പോലെ നിന്നു എന്നാണ് പറയുന്നത്. ഈ മൗണ്ടൈൻ പാത്ത് എന്ന് പറയുന്ന രമണ മഹർഷി രമണാശ്രമത്തിൻ്റെ പബ്ലിക്കേഷൻസിൽ 1970കളിലാണ് കുഞ്ചുസ്വാമി, രമണ മഹർഷിയുടെ കാലത്ത് ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനായ കുഞ്ചുസ്വാമി എഴുതിയ ഒരു അക്കൗണ്ടിൽ പറയുന്നുണ്ട്. അദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ അവർ മസ്താൻ സ്വാമി രമണ മഹർഷിയെ കണ്ടിട്ടില്ല. അവിടെ എൻ്റർ ചെയ്യാനായിട്ട് നിന്ന ആ വ്യക്തി അവിടെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്നത് കണ്ട് അദ്ദേഹം പോയി ഭഗവാനെ വിളിച്ചുകൊണ്ട് വന്നെന്നാണ് പറയുന്നത്. രമണ മഹർഷിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇദ്ദേഹം ഒരു വളരെ ഉയർന്ന അവസ്ഥയിൽ ഇവിടെ എത്തിയ വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു ശുദ്ധ ബോധാവസ്ഥയിലിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രസൻസിൻ്റെ ശക്തിയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈബ്രേഷൻ ലെസ്നെസ് അവിടെ ആ ഒരു ഏരിയയിൽ മൊത്തം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇരുന്ന ആ ഒരു ഫിസിക്കൽ ബോഡിയുടെ പ്രോക്സിമിറ്റിയിൽ. അവിടെ എത്തിയപ്പോൾ തന്നെ മസ്താൻ സ്വാമിക്ക് ഒരു അത്ഭുതകരമായ ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹം സ്ട്രെയിറ്റ് ഇൻറ്റു സമാധിയിലേക്ക് പോയി. രമണ മഹർഷി ഇത് കണ്ട് ചിരിച്ചിട്ട് മിണ്ടാതെ അകത്തേക്ക് പോയി. ഏകദേശം 8 മണിക്കൂറോളം ഒരേപോലെ അവിടെ മസ്താൻ സ്വാമി നിന്നു എന്നാണ് കുഞ്ചുസ്വാമി റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് മസ്താൻ സ്വാമി തന്നെ നമ്മൾ നരസിംഹരാജ് എന്നെന്തോ പേരുള്ള ഒരാളോട് നേരിട്ട് പറഞ്ഞു. അദ്ദേഹം എഴുതിയ ഒരു അക്കൗണ്ട് പിന്നീട് വളരെ ലേറ്റായിട്ട് കണ്ടെത്തിയൊരു കാര്യമാണ്. ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തിയതാണ്. രമണാശ്രമത്തിന് പണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് റെക്കോർഡ്സ്. ആ റെക്കോർഡ്സിൽ മസ്താൻ സ്വാമി തന്നെ ഇത് സർട്ടിഫൈ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം 8 മണിക്കൂർ ഒന്നും അറിയാതെ സുഖമായി അവിടെ നിന്നു എന്നാണ് മസ്താൻ സ്വാമി അതിൽ പറയുന്നത്. അതിൽ മസ്താൻ സ്വാമി പറയുന്നുണ്ട്, അന്ന് രമണ മഹർഷിയുടെ ഒരു നോട്ടത്തിന് പോലും നമ്മുടെ ഹൃദയത്തെ തുറന്ന് നമ്മുടെ ആ അവസ്ഥയിലെത്തിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മസ്താൻ സ്വാമി ഒരുപാട് വർഷം രമണ മഹർഷിയോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യകാലങ്ങളിൽ വന്ന രമണാശ്രമത്തിൻ്റെ പബ്ലിക്കേഷൻസിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും മസ്താൻ സ്വാമിയെ പറ്റി വലിയ രീതിയിൽ പറഞ്ഞു പോയിട്ടില്ല. ചില രമണാശ്രമം ഫോട്ടോസിലൊക്കെ മസ്താൻ സ്വാമി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹത്തെ പറ്റി റിപ്പോർട്ട് ചെയ്തില്ല. എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിന് ശേഷം അദ്ദേഹം രമണാശ്രമത്തിൽ നിന്ന് വിട്ടുപോയി. അപ്പോഴത്തേക്ക് അദ്ദേഹം ശുദ്ധബോധമായി മാറി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലാണ് ജീവിച്ചത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഹൈറ്റ് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് അത് രമണ മഹർഷിയുടെ ഒരു പ്രോക്സിമിറ്റിയിൽ നിന്ന് കിട്ടിയ ആ ഒരു അത്ഭുതം, ആ ശുദ്ധബോധത്തിൻ്റെ ഒരു പ്രസൻസ് കൊടുത്ത ആ ഒരു പവർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വേറൊരു കാര്യം പറയണം. ഈ രമണ മഹർഷി
അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് ബോധോദയം നേടിയ ആളുകളെന്ന്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് അല്ലെങ്കിൽ അല്ലാതെ ബോധോദയം നേടിയ ആൾക്കാർ ആരെങ്കിലും ഉള്ളതായിട്ടല്ല, ശുദ്ധ ബോധാവസ്ഥയിൽ എത്തിയവരുണ്ടോ എന്ന് അറിയാമോ ചോദിക്കുമ്പോൾ രമണ മഹർഷി ആകെ 2 പേരെ പബ്ലിക്കിലായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയും പിന്നെ ലക്ഷ്മി എന്ന് പറയുന്ന പശുവാണ്. ഇവർ രണ്ടുപേരും മരണപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം അത് പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആരെയും അദ്ദേഹം ഡയറക്റ്റ്ലി ഇന്ന ആൾ എൻലൈറ്റൻഡ് ആണ് എന്ന് പറയാറില്ല. ആവശ്യമില്ലാത്തൊരു പബ്ലിസിറ്റിയോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം. എനിവേ അദ്ദേഹത്തിന് അമ്മ മരിച്ചപ്പോഴും ഈ ലക്ഷ്മി എന്ന് പറയുന്ന പശു മരിച്ചപ്പോഴൊക്കെ അദ്ദേഹം അവരെ സമാധി ഇരുത്താൻ പറഞ്ഞു. അതായത് ഒരു റിച്വൽ ബറിയിങ് ആണ്. ഒരു ഈ സമാധി ഇരുത്തുക എന്ന് പറയും, ഈ ഒരു ബോധോദയം നേടിയ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവരെ അടക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. നിങ്ങളതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. അങ്ങനെ അദ്ദേഹം അടക്കാൻ പറഞ്ഞ കുറച്ച് ആളുകളേ ഉള്ളൂ. ഒന്ന് ശേഷാദ്രി സ്വാമിയുണ്ട്, രമണ മഹർഷിയുടെ അമ്മയുണ്ട്, ലക്ഷ്മി എന്ന് പറയുന്ന പശുവുണ്ട്, പിന്നെ ഒരു മാന്, ഒരു പട്ടി, ഒരു കാക്കയും ഉണ്ട്. ഇതല്ലാതെ മനുഷ്യനായിട്ടുള്ള ഒരാളെ മാത്രമേ അദ്ദേഹം ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് മസ്താൻ സ്വാമിയാണ്. മസ്താൻ സ്വാമി മരണപ്പെട്ടപ്പോൾ അത് രമണ മഹർഷി അറിഞ്ഞു എന്നാണ് പറയുന്നത്. ആരും വന്ന് പറയാതെ തന്നെ. കുറച്ച് ദൂരെയാണ് അദ്ദേഹം താമസിക്കുന്നത്. 40 മൈലോളം ദൂരെയാണ് താമസിക്കുന്നത്. അദ്ദേഹം മരണപ്പെട്ട നിമിഷം രമണ മഹർഷിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചെന്നും അദ്ദേഹം അപ്പം തന്നെ കുഞ്ചുസ്വാമിയെ വിളിച്ചിട്ട് ആ സ്ഥലത്ത് പോയി അദ്ദേഹത്തിൻ്റെ ശവമടക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരം മറവ് ചെയ്യുന്നത് ഒരു സമാധി ഇരുത്തൽ ആ ഒരു റിച്വൽ പ്രോസസ്സിൽ തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ട് പറഞ്ഞു വിടുകയും ഇവരവിടെ പോയി അത് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്തിന് ഇപ്പോഴും മസ്താൻ സ്വാമിയുടെ സമാധി മന്ദിരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ പോയി കഴിഞ്ഞാൽ. അപ്പം ഇപ്പം ഞാൻ അടുത്ത് പറയാൻ പോകുന്നതായിട്ട് പ്രതീക്ഷിക്കുന്നത് എവിടെയാണ് ആ സ്ഥലമെന്നാണ്. സത്യം പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. എനിവേ ഇവിടെ ഇതിൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പവർ ഓഫ് പ്രസൻസ് ആണ്. അതായത് ആ ഒരു ശുദ്ധബോധത്തിൻ്റെ ചുറ്റിനും നടക്കുന്ന ആ ഒരു അത്ഭുതങ്ങളാണ്. നമ്മളൊരു ഹൈറ്റൻഡ് സ്റ്റേറ്റിൽ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധബോധാവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് പിന്നീട് വേറെ ഒന്നിൻ്റെ സഹായം ആവശ്യമില്ല. ജസ്റ്റ് ആ പ്രസൻസ് മാത്രം മതി. ഈ രമണ മഹർഷി ഈ പ്രസൻസിൻ്റെ പവറിനെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മസ്താൻ സ്വാമി ആയാലും വേറെയും ലക്ഷ്മണസ്വാമിയെ പോലെ വേറെ ഇതേ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസിലെത്തിയതായി പറയപ്പെടുന്ന ആളുകളുണ്ട്. അതുപോലെ ഒരിക്കൽ ഈ രമണ മഹർഷിയോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, അതായത് ഈ ഡിവോട്ടിയുടെ ലെവൽ എങ്ങനെയാണ് അളക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം 3 തരം ഡിവോട്ടികളുണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് വെടിമരുന്ന് പോലെ ആയിരിക്കും, ചെറിയൊരു സ്പാർക്ക് വീണാൽ അപ്പോഴേ ഇഗ്നൈറ്റ് ചെയ്ത് പോകും. ആ ഒരു ഗണത്തിൽപ്പെട്ട ആളാണ് ഈ മസ്താൻ സ്വാമി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില ആൾക്കാരെ പറ്റി അദ്ദേഹം പറഞ്ഞത് കൽക്കരി പോലെ ആയിരിക്കും, അതിലിങ്ങനെ തീയിട്ട് കൊടുത്ത് കുറേ നേരം ഊതിക്കൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അങ്ങ് തീ പിടിക്കും. പിന്നെ ചില ആൾക്കാരെ പറ്റി അദ്ദേഹം പറഞ്ഞത് വാഴപ്പിണ്ടി പോലെയാണെന്ന്. മെജോറിറ്റി ആൾക്കാർ അതിൽ പെടുന്നവരാണ്. കാരണം വാഴപ്പിണ്ടി എടുത്ത് കത്തിക്കേട്ട ഉടനെ ഒന്നും കത്തൂല. അത് നല്ല നനവൊക്കെ ഉള്ളൊരു വസ്തുവാണല്ലോ. അത് വളരെ വെയിലത്തിട്ട് ഉണക്കി അത് ഒരു നല്ല പരുവത്തിലാക്കി എടുത്തതിന് ശേഷം മാത്രമേ തീ കൊടുത്താലും അത് കത്തുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര തീ വാരി ഇട്ടാലും അത് കത്തില്ല. അതിനുള്ള നനവുമുണ്ട്. സോ മസ്താൻ സ്വാമി വെടിമരുന്ന് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആളാണെന്ന് നമുക്ക് പറയാം. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഒരു മൊമെൻറ്റിൽ ഇഗ്നൈറ്റായി. ഹി വാസ് ഏബിൾ ടു അച്ചീവ് ഇറ്റ്. താങ്ക് യു.